ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. പ്രഭാതം വിടർന്നു കിളികളുണർന്നു തിരുനാമ കീർത്തനം ഉരുവിടുമ്പോൾ പ്രഭ ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവജാലങ്ങളുടെയും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുളി ചെയ്ത് ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ജീവിത സഖിയെ നൽകി ആദ്യ വിവാഹം ആസ്വദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ മകന് നീ സ്ഥാപിച്ച വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോകുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവാന്ത്യം വരെ തുടരുവാൻ കർത്താവേ നീ അനുഗ്രഹിക്കണമേ. ആദത്തിന് ഹവായെയും അബ്രാഹത്തിന് സാറയെയും ഇസ്ഹാക്കിന് റബാക്കയെയും ജീവിത സഖിയെ നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹ അന്തസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകൻ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊണും ഉറപ്പുമാകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടിയും ഈ മകനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തിന്റെ തലവനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ വിവാഹം ശുഭമായി തീർന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മകനെ അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബാക്കയെയും അവരുടെ സന്താനങ്ങളെയും അനുഗ്രഹിച്ച ദൈവം മാധുര്യമുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ ഈ കുടുംബത്തിലെ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യവായുത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മറിയോസ്യ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിൻ്റെ വിമല ഹൃദയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മറിയമേ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നവരിലും ഈ കുടുംബത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ, അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ. ബന്ധങ്ങൾ സ്നേഹം മറക്കിലും മായാത്ത സ്നേഹമായി കൂടെ വരുന്നു നീ. മുറിവേറ്റ ബന്ധങ്ങൾ സ്നേഹം മറക്കിലും മായാത്ത സ്നേഹമായി കൂടെ വരുന്നു നീ. നീറുന്ന ദുഃഖങ്ങൾ കോപം വരുത്തിലും അലിവിൻ പുണ്യമായി ചാരേയണഞ്ഞു നീ. നീറുന്ന ദുഃഖങ്ങൾ കോപം വരുത്തിലും അലിവിൻ പുണ്യമായി ചാരേയണഞ്ഞു നീ. അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളുമാകണം ഞങ്ങളോട് ക്ഷമിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഈ സഹോദര വൈദികനെ ശക്തനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആന്തരികമാകുന്നു അവരുടെ മേലകെ പൊരുതാകുന്നു. കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെ ഇരിക്കും. കർത്താവിനെ കുറ്റപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം ഇന്ന് തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീഴ്ചുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരക്കുവാനും സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല ദൗർഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങനെ സ്തുതിക്കാനും അവതപ്പെടുത്തുവാനും ഞാൻ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നുള്ള അങ്ങേ നാട്ടിന്റെ കർത്താവാകും സകലത്തിന്റെയും നാഥായ ആശ്രമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുകയില്ല എന്ന് വെച്ചിട്ട് കർത്താവ് നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.